മിഡിൽ ഈസ്റ്റ് മേഖലയിൽ സംഘർഷം കൂടുതൽ രൂക്ഷമാകുകയാണ്. അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ നടത്തിയ സൈനിക ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാൻ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളിലേക്ക് മിസൈൽ ഡ്രോൺ ആക്രമണം ആരംഭിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ സുരക്ഷ ശക്തമായിരിക്കുകയാണ്. ഗൾഫ് മേഖലയിലെ സുരക്ഷാ സ്ഥിതി കൂടുതൽ സംഘർഷഭരിതമായിരിക്കുകയാണ്. ഇറാൻ ഗൾഫ് മേഖലയിലെ ചില രാജ്യങ്ങളിലേക്ക് മിസൈലുകളും ഡ്രോണുകളും അയച്ചതായാണ് റിപ്പോർട്ടുകൾ. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈനിക ആക്രമണങ്ങൾക്ക് പ്രതികാരമായാണ് ഇറാൻ ഈ നടപടികൾ സ്വീകരിച്ചതെന്നാണ് അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ അബുദാബിയിൽ മിസൈൽ ആക്രമണം നടന്നതായി റിപ്പോർട്ട് ലഭിച്ചു. ഒരു സാധാരണ വാഹനത്തിൽ മിസൈൽ പതിച്ചതിനെ തുടർന്ന് ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സംഭവത്തെ തുടർന്ന് രാജ്യത്തെ സുരക്ഷ ശക്തമാക്കി. നഗരത്തിലെ പ്രധാന റോഡുകളും സർക്കാർ സ്ഥാപനങ്ങളും കർശന സുരക്ഷയിലാണ്. ദുബായ് നഗരത്തിലും ഡ്രോൺ ആക്രമണ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. സുരക്ഷാ കാരണങ്ങളാൽ ചില വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. വിമാനത്താവളങ്ങളിൽ സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. തുറമുഖങ്ങൾ, എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ, പ്രധാന വ്യവസായ മേഖലകൾ എന്നിവിടങ്ങളിലും സുരക്ഷ ശക്തമാക്കിയതായി അധികൃതർ അറിയിച്ചു. കുവൈറ്റ്, ബഹ്റൈൻ, സൗദി അറേബ്യ എന്നീ ഗൾഫ് രാജ്യങ്ങളിലും മിസൈൽ ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. പ്രധാനമായും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെയും എണ്ണ ശുദ്ധീകരണ ശാലകളെയും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. പല മിസൈലുകളും ആ രാജ്യങ്ങളിലെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ തടഞ്ഞതായി ബന്ധപ്പെട്ട അധികാരികൾ അറിയിച്ചു. ഇതിനിടെ ഗൾഫ് മേഖലയിലെ സുരക്ഷാ സാഹചര്യവും വിലയിരുത്താൻ അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളും അടിയന്തര ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് സൈനിക ജാഗ്രതയും സുരക്ഷാ നടപടികളും ശക്തമാക്കിയിരിക്കുകയാണ്. ലോക സാമ്പത്തികത്തിലും ഈ സംഘർഷം വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഗൾഫ് മേഖലയിൽ നിന്നാണ് ലോകത്തിലെ വലിയൊരു വിഹിതം എണ്ണ കയറ്റുമതി ചെയ്യുന്നത്. അതിനാൽ സംഘർഷം തുടർന്നാൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ഉയരാൻ സാധ്യതയുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളും വലിയൊരു വിഭാഗം മലയാളികളും ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്രയും സ്ഥിതിഗതികൾ അടുത്തതായി നിരീക്ഷിച്ചു വരികയാണ്. ആവശ്യമുണ്ടെങ്കിൽ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മിഡിൽ ഈസ്റ്റിലെ ഈ പുതിയ സംഘർഷാവസ്ഥ ലോക രാജ്യങ്ങളും അടുത്തതായി നിരീക്ഷിച്ചു വരികയാണ്.